ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഡിസ്കഷൻ വ്ലോഗാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാം റിവ്യൂ. അപ്പം എനിക്ക് ഇംഗ്ലീഷ് എക്സാമിനെ പറ്റി പറയാനായിട്ട് അത്യാവശ്യം ഇത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇംഗ്ലീഷ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സാം പേപ്പർ വന്നിട്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അത്യാവശ്യം ടഫായിരുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ടൈം വേണ്ടി വന്നു. അതാണ് ഏറ്റവും വന്നൊരു പ്രശ്നം. ടൈം മാനേജ്മെൻറ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പെട്ടെന്ന് എന്ന് വെച്ചാൽ ഒരു 12 മണി ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ഡിസ്കോഴ്സസും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ് റൈറ്റിങ്സ് അതെല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ട് ഗ്രാമർ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം നടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 12:20 ആയപ്പോഴാണ് എൻ്റെ ടോട്ടലായിട്ടുള്ള മറ്റേ പാരഗ്രാഫൊക്കെ കഴിഞ്ഞത്. പിന്നെ 12:25 ആയപ്പോഴാണ് ശരിക്കും ഗ്രാമർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഇംഗ്ലീഷിൽ. കാര്യം ഗ്രാമറിനാണ് എല്ലാപ്പോഴും എനിക്ക് മാർക്ക് പോകാറുള്ളത്. എനിക്ക് ഈ പ്രാവശ്യവും ഗ്രാമറിന് മാർക്ക് പോകുന്നുള്ളത് ഉറപ്പാണ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ 20 മിനിറ്റിലാണ് ഗ്രാമർ ചെയ്ത് തീർക്കുന്നത്. ആലോചിക്കാൻ പോയിട്ടൊരു ടൈം പോലും കിട്ടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്കെല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫായിരുന്നു, അതിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തു. ആൻഡ് 5th വൺ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ആയിരുന്നു. അതെനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ തെറ്റിച്ചു. പിന്നെ 6th വൺ എന്ന് പറയുന്നത് പിന്നെയും നമ്മുടെ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് തന്നിട്ട് 6 മുതൽ 9 വരെ എന്താ പറയുക അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയത് അപ്രിസിയേഷൻ ഓഫ് ദ പോയം ഫ്രണ്ട്സ് റോമൻസ് ആൻഡ് കൺട്രിമാൻ ആണ്. ആൻഡ് 11 to 14 എന്ന് പറയുന്നത് റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൽ 11 മുതൽ 14 വരെ എല്ലാവരും എഴുതി. ആൻഡ് 15th ഞാൻ എഴുതിയത് ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബി ആയിരുന്നു. 16th ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി എലിസൻ്റെ ആയിരുന്നു. 17th ഞാൻ ഇമെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് കളക്ടറിന് എഴുതാൻ പറ്റിയ ഇമെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 18th ഞാൻ എ ക്വസ്റ്റ്യൻ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, ഓർ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയില്ല. അപ്പം പിന്നെ വരുന്നതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ ബയോഗ്രഫിക്കൽ സ്കെച്ച്. അതും എളുപ്പമായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതി. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് എനിക്ക് പണി പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് കറക്റ്റ് സ്പീഡിൽ എഴുതി പോവായിരുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നത് 12 മണിക്കാണ്. 12:45 വരെയാണല്ലോ എക്സാം ഉള്ളത്. അപ്പോൾ 12 മണിക്കാണ് ഞാൻ 20ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നത്. ബാക്കി 32 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ആൻസർ ചെയ്യണം. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എഴുതി തീർത്തു. ഇവൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. 22 മുതൽ 25 വരെ പാരഗ്രാഫിൻ്റെ ഇതുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിട്ടോ റിയലി പറഞ്ഞു കഴിഞ്ഞാൽ. 21ാമത്തെ ക്വസ്റ്റ്യൻ 3WH ക്വസ്റ്റ്യൻ ആൻഡ് യെസ് ഓ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് 22 മുതൽ 25 വരെ ആ ഒരു പാരഗ്രാഫല്ല, ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് മൈക്കിൾ ജാക്സൺ അത് വായിച്ചിട്ട് എന്താ പറയുക ആൻസർ ചെയ്യാനായിരുന്നു. ഞാനത് സ്പീഡിൽ വായിച്ചു, സ്പീഡിൽ ആൻസർ ചെയ്തു. തെറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അങ്കം തുടങ്ങുന്നത്. ഒരു 12:20 ആയപ്പോഴാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഗ്രാമർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ടൈം മാനേജ്മെൻറ്റ് കൂടിയാണ് പോയത്, പക്ഷേ എഴുതി വന്ന ടൈമിൽ നല്ല ലേറ്റായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്രോപ്രിയേറ്റ് വേർഡ് യൂസ് ചെയ്തിട്ട് മറ്റേ ഫോർ വിത്ത് ത്രൂ ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അത് ചെയ്തു. 27 എടുത്ത പാസേജ് അത് പെട്ടെന്ന് ചെയ്തു, അത് തെറ്റായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റാണ്, മറ്റേ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് അത് എന്നെ കറക്റ്റല്ല, ഞാൻ തെറ്റ് ഇട്ടിട്ടുണ്ടാവും ഉറപ്പാണ്. കാര്യം ആ ഒരു ക്വസ്റ്റ്യനിൽ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് പോലും ആലോചിക്കാനുള്ള ടൈം കിട്ടിയില്ല ഗൈസ്. കാര്യം അത്രക്ക് പെട്ടെന്നാണ് എഴുതുന്നത്. കാര്യം 12:45 കൊടുക്കണം. എനിക്ക് ആകെ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ ഫുൾ ആയിട്ടൊന്ന് എഴുതി തീർക്കണം എന്നുള്ളത്. പക്ഷേ ഫുള്ളായിട്ട് എഴുതി തീർക്കാൻ പറ്റി, എന്നാലും തെറ്റിയിട്ടുണ്ടാവും കുറേ, അതാണൊരു പ്രശ്നം. സോ ഫ്രേസൽ വെർബിന് എഴുതിയിട്ടുണ്ട്, അതെങ്ങനെയൊക്കെ എഴുതിയിട്ടോ. ഇത്തിരി മാത്രമേ എനിക്ക് മീനിങ് ആലോചിക്കാൻ പറ്റുള്ളൂ ഫ്രേസൽ വെർബിൻ്റെ. ബാക്കി എല്ലാവരും ഞാൻ തട്ടിയിട്ടു. 29ാമത്തെ കോൺവെർസേഷൻ ആയിരുന്നു, അതിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട്, എന്താവുമെന്ന് എനിക്കറിയില്ല.
പിന്നെ വരുന്നത് 30ാമത്തെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ എയും ബിയും ഉണ്ട്. ബിയാമത്തെ എൻ്റെ കറക്റ്റാണ്, പക്ഷേ എയാമത്തെ തെറ്റ് ഗൈസ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ചിന്തയിലാണ് എഴുതിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയാമത്തെ ക്വസ്റ്റ്യൻ നല്ല ടെൻഷൻ അടിച്ചു പോയി. അല്ല, എയാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എന്ന് വെച്ചാൽ റിപ്പോർട്ടഡ് സ്പീച്ചിലെ ബിയാമത്തെ തന്നെ കറക്റ്റാണ്, എയാമത്തെ തന്നെ തെറ്റി. അത് ശരിക്കും ഞാൻ ആലോചിച്ചേ ഇല്ല. ആ ഒരു ടെൻഷനിൽ എഴുതുമ്പോൾ ഫുള്ള് നമുക്ക് തലയിൽ ബ്ലാങ്ക് ആയിരിക്കും. അപ്പം അങ്ങനെ ഞാൻ അത് എഴുതി, അതെൻ്റെ തെറ്റിപ്പോയി. പിന്നെ 31ാമത്തെ ക്വസ്റ്റ്യൻ അതെൻ്റെ കറക്റ്റായി, ഇഡിയംസ്. 32ാമത്തെ ഭാഗ്യത്തിന് നല്ലൊരു ക്വസ്റ്റ്യൻ കിട്ടി, സ്യൂറ്റബിൾ ക്യാപ്ഷൻസ് എഴുതാനായിട്ട് ഈ 2 പിക്ചറിലെ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ എന്താ പറയുക ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഒട്ടും പോരാന്ന് വെച്ചാൽ ഒട്ടും പോരാ. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മളൊരു 2.5 പേജ് 3 പേജ് എഴുതിയെന്ന് വെച്ചോ, ബാക്കി നമ്മൾ പിന്നെ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനനുസരിച്ച് കുറച്ചാണല്ലോ വരിക. എന്ന് വെച്ചാൽ 6, 5, 4 അങ്ങനെ കുറച്ച് എഴുതി വരികയാണെങ്കിലും നമ്മൾ ഡയറക്റ്റ്ലി അതിങ്ങനെ എഴുതി പോരും. അപ്പം ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എല്ലായ്പ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഗ്രാമർ ചെയ്തിട്ട് പിന്നെ ഈ ഒരു സംഭവം എഴുതിയാൽ മതിയില്ലേ എന്നുള്ളത്. പക്ഷേ ടീച്ചർമാരായാലും പറഞ്ഞിട്ടുണ്ട് ഓർഡറിൽ എഴുതി പോകണേണ് അവർക്കും ഇത്തിരി കൂടി ഈസി എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ആ ഒരു ഡിസപ്പോയിൻറ്റഡ് ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ. കുഴപ്പമില്ല, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. കാര്യം ഗ്രാമർ എൻ്റെ മിക്കവാറും പോയിട്ടുണ്ടാവും. സോ ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലീഷ് എക്സാം? നന്നായിട്ട് എഴുതാൻ പറ്റിയോ? ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ശരിക്കും ടൈം മാനേജ്മെൻറ്റ് നോക്കിയ ഒരാളാണെങ്കിലും എഴുതി വന്നപ്പോൾ ടൈം കിട്ടിയില്ല. ഗ്രാമറിൻ്റെ എല്ലാപ്പോഴും എന്തെങ്കിലുമൊക്കെ തെറ്റും. ശരിക്കും ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കാം. കാര്യം ഇത് ഓണം എക്സാം ആയിട്ടുള്ളൂ, ക്രിസ്മസ് ഉണ്ട്, മോഡലുണ്ട്, മിഡ് ടേംസ് ഉണ്ട്, ഇനി വരാനായിട്ട് അതിനൊക്കെ സെറ്റ് ചെയ്യാൻ പിടിക്കാം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് എക്സാം ആയിരുന്നു, ടൈം കിട്ടിയില്ല, അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്തിരി വിഷമത്തിലാണ്, അതാണ് ഒരുമാതിരിയുള്ള സംസാരം. ഓക്കെ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നാളെ നമുക്ക് വരുന്നത് സോഷ്യൽ ആൻഡ് മലയാളം ആണ്. സോഷ്യലിൻ്റെ സ്റ്റഡി വ്ലോഗ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ അപ്ലോഡ് ആക്കാൻ പറ്റുവാണെങ്കിൽ അപ്ലോഡ് ആക്കാം, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.